പിണറായി വിജയൻ സർക്കാർ ഏകാധിപത്യ സർക്കാരാണെന്ന് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ. പിണറായി സർക്കാരിന് കീഴിൽ സംസ്ഥാനത്ത് ആക്രമണങ്ങൾ വർദ്ധിച്ചു. എറണാകുളം പ്രസ് ക്ലബിന്റെ വോട്ട് ആൻഡ് ടോക്ക് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ശരിയായ ദിശയിലുള്ള അന്വേഷണം നടക്കുന്നില്ല. CPM SFI പ്രവർത്തകരുടെ തേർവാഴ്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് ക്രൂര പീഡനങ്ങളാണ് SFI സംഘത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. പിണറായി വിജയൻ സർക്കാർ ഏകാധിപത്യ സർക്കാരാണെന്നും VS അച്യുതാനന്ദൻ സർക്കാരിനെ പോലെയല്ല പിണറായിയുടെ ഭരണമെന്നും പ്രശാന്ത് ഭൂഷൺ കുറ്റപ്പെടുത്തി. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് CPM കേഡറുകൾ. ഇടതുപക്ഷ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്ന വിമർശനം നേരത്തെയും പ്രശാന്ത് ഭൂഷൺ ഉയർത്തിയിരുന്നു. It is quite clear that this boy was beaten up from the investigation so far and from the report so far, that this boy was very, very severely beaten up by the people affiliated to the SFI cadres. CPM and its cadres, etc., have clearly been violating the rule of law. Has happened more in the reign of this present Chief Minister, this Pinarayi. It wasn't like this even in Achyutanandan's time. This has happened during the regime of Pinarayi. ഇലക്ട്രൽ ബോണ്ടിൽ സുപ്രീം കോടതി വിധി ആശ്വാസകരമാണെന്നും പണം നൽകിയവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എറണാകുളം പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന വോട്ട് ആൻഡ് ടോക്ക് പരിപാടിയിൽ പ്രസ് ക്ലബ് സെക്രട്ടറി M. സൂഫി മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ജിജീഷ് കരുണാകരൻ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.